നമസ്കാരം, മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം. ബസ്സുകളിലെ സംവരണ സീറ്റുകൾ കൈയടക്കുന്നവർ സൂക്ഷിക്കുക. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ബസ്സിലെ സംവരണ സീറ്റുകളെക്കുറിച്ച് പലതരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. KSRTC ദീർഘദൂര ബസ്സുകളിൽ സ്ത്രീകളുടെ സീറ്റിൽ ഇരിക്കുന്ന പുരുഷന്മാരെ എഴുന്നേൽപ്പിക്കാൻ പാടില്ല എന്ന നിയമമുള്ളതായി പറയുന്നത് കേട്ടു. എന്നാൽ ഇത് വിശ്വസിച്ച് സ്ത്രീകളുടെ സീറ്റ് കൈയടക്കുന്ന പുരുഷന്മാർക്ക് 8ന്റെ പണി കിട്ടും എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ പ്രചാരണം വ്യാജമാണെന്നും ഈ വാർത്ത നിയമപരമല്ലെന്നും വ്യക്തമാക്കി സാക്ഷാൽ കേരള പോലീസ് തന്നെയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. KSRTC ഉൾപ്പെടെ എല്ലാ ബസ്സുകളിലും 25% സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ടെന്നും ദീർഘദൂര ബസ്സുകളിൽ സ്ത്രീകളുടെ സീറ്റിൽ ആളില്ലെങ്കിൽ പുരുഷന്മാർക്ക് യാത്ര ചെയ്യാമെന്നും എന്നാൽ പിന്നീട് സ്ത്രീകൾ കയറിയാൽ സീറ്റിൽ നിന്ന് പുരുഷന്മാർ ഒഴിഞ്ഞുകൊടുക്കണമെന്നും നിയമം വ്യക്തമാക്കുന്നു. സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിൽ സർവീസ് തുടങ്ങുന്ന സ്ഥലത്ത് വനിതകൾ ഇല്ലെങ്കിൽ മാത്രം പുരുഷന്മാർക്ക് അനുവദിക്കാവുന്നതാണെന്നും യാത്രക്കിടയിൽ സ്ത്രീകൾ ആവശ്യപ്പെടുകയാണെങ്കിൽ മുൻഗണനാ ക്രമത്തിലുള്ള സീറ്റുകൾ ഒഴിഞ്ഞുകൊടുക്കുവാൻ പുരുഷന്മാരോട് കണ്ടക്ടർ ആവശ്യപ്പെടേണ്ടതാണെന്നും അത് വനിതകൾക്ക് ലഭ്യമാക്കേണ്ടതാണെന്നും നിയമത്തിൽ പറയുന്നു. ബസ്സുകളിലെ സംവരണ സീറ്റിൽ നിയമം ലംഘിച്ച് യാത്ര ചെയ്താൽ പിഴയുൾപ്പെടെയുള്ള ശിക്ഷ ഉണ്ടാകുമെന്നും സീറ്റിൽ നിന്നും മാറാൻ തയ്യാറാകാതെ കണ്ടക്ടറോട് തർക്കിക്കുന്ന യാത്രക്കാർക്കെതിരെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് ക്രിമിനൽ നടപടി പ്രകാരം കേസെടുത്ത് അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് ഓർമ്മപ്പെടുത്തുന്നു. നിയമം ലംഘിച്ച് യാത്ര ചെയ്താൽ മോട്ടോർ വാഹന വകുപ്പ് 100 രൂപ പിഴ ഈടാക്കും. ബസ്സുകളിൽ സംവരണ സീറ്റുകൾ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം കണ്ടക്ടർക്കാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ബസ്സിലെ സംവരണ സീറ്റുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബസ്സുകളിൽ 5% സീറ്റ് അംഗപരിമിതർക്ക്, ആകെ സീറ്റിൽ 2 എണ്ണം, കാഴ്ചയില്ലാത്തവർക്ക് 1 സീറ്റ്, 20% സീറ്റ് മുതിർന്ന പൗരന്മാർക്ക്, 2 സീറ്റ് സ്ത്രീകൾക്ക്, 2 സീറ്റ് പുരുഷന്മാർക്ക്. 25% സീറ്റുകളാണ് സ്ത്രീകൾക്കുള്ളത്. ഇതിൽ 5% സീറ്റ് കൈക്കുഞ്ഞുമായി കയറുന്ന സ്ത്രീകൾക്കാണ്. സ്വകാര്യ ബസ്സുകളിലും KSRTC ബസ്സുകളിലും ഗർഭിണികൾക്ക് സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ട്. എല്ലാ ബസ്സുകളിലും 1 സീറ്റെങ്കിലും ഗർഭിണികൾക്ക് നീക്കിവെക്കണമെന്ന നിർദ്ദേശം ഉൾപ്പെടുത്തി കേരള മോട്ടോർ വാഹന നിയമം മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം ഭേദഗതി ചെയ്തിരുന്നു. ഇനി ബസ്സിൽ സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനി, അവരുടെ വിധവ, കാഴ്ചയില്ലാത്തവർ, സ്റ്റാൻഡിംഗ് കൗൺസിലിംഗ് ലീഗൽ അഡ്വൈസർ, MLA മാർ, MP മാർ, മുൻ MLA, MP, അർജുന ദ്രോണാചാര്യ അവാർഡ് ജേതാക്കൾ, കബീർ പുരസ്കാര ജേതാക്കൾ, ഭരണസമിതി അംഗങ്ങൾ, മുൻ ഭരണസമിതി അംഗങ്ങൾ, അംഗീകൃത ട്രേഡ് യൂണിയനുകളുടെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, +2 തലം വരെയുള്ള വിദ്യാർത്ഥികൾ. ഓരോ യാത്രയിലും നമ്മുടെ ആഗ്രഹം ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായി എത്തുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്താൽ തർക്കങ്ങൾ ഒഴിവാക്കാം, യാത്ര സുഖകരമാക്കാം. ബസ്സിലെ സംവരണ സീറ്റുകളെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടാകാത്ത ദിവസങ്ങളില്ല. തർക്കം മുറുകുമ്പോൾ വലയുന്നത് ബസ് ജീവനക്കാരും സഹയാത്രികരുമാണ്.